FMP എന്ന് പറയുന്നത് ഫ്യൂച്ചർ മെയിൻറ്റെയിനബിൾ പ്രോഫിറ്റ് ആണ്. ഓക്കെ, അത് പറയുന്നതിന് മുന്നേ ആ കൺസെപ്റ്റ് കുറച്ചും കൂടി ക്ലിയർ ആവണമെങ്കിൽ ഗുഡ്വിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാക്കണം. ഗുഡ്വിൽ എന്ന് പറയുന്നത് കോമ്പൻസേഷൻ ഫോർ ലോസ് ഓഫ് പ്രോഫിറ്റ് ആണ്. ഇതാണ് എന്റെ ഡെഫിനിഷൻ. ഓക്കെ, ഞാൻ തരുന്ന ഡെഫിനിഷൻ ഇതാണ്. ഗുഡ്വിൽ എന്ന് പറയുന്നത് കോമ്പൻസേഷൻ ഫോർ ലോസ് ഓഫ് പ്രോഫിറ്റ്. അതായത് എനിക്ക് ഫ്യൂച്ചറിൽ ഉണ്ടാവുന്ന ലോസിന് ഒരു കോമ്പൻസേഷൻ. അതിന്റെ എക്സാമ്പിൾ പറയണം മക്കളെ. അതിന്റെ എക്സാമ്പിൾ ഓൾറെഡി ഞാൻ പറഞ്ഞതല്ലേ. ഗുഡ്വിൽ കണ്ടുപിടിക്കുന്ന കേസിൽ ഗുഡ്വിൽ ഫസ്റ്റ് കേസിൽ നമ്മൾ ഫസ്റ്റ് ഗുഡ്വില്ലിന്റെ എക്സാമ്പിൾ പറയുമ്പോൾ തന്നെ ജേർണൽ എൻട്രി പറയുമ്പോൾ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതെ, ഗുഡ്വിൽ എന്ന് പറയുന്നത് കോമ്പൻസേഷൻ ഫോർ ലോസ് ഓഫ് പ്രോഫിറ്റ് ആണ്. നമ്മുടെ ഫ്യൂച്ചറിൽ ഉണ്ടാവുന്ന ലോസസിന് ഒരു കോമ്പൻസേഷൻ ആണ് എന്ത് ഗുഡ്വിൽ എന്ന് പറയുന്നത്. ഓക്കെ, അതിന്റെ എക്സാമ്പിൾ ഓൾറെഡി ഞാൻ പറഞ്ഞു. പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചാട്ടെ, നമ്മൾ ഈ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഫ്യൂച്ചറിൽ ഉണ്ടാവുന്ന പ്രോഫിറ്റിനല്ലേ കോമ്പൻസേഷൻ തരണ്ടു. പറയുന്ന മനസ്സിലാവുന്നുണ്ടാ? ഫ്യൂച്ചറിൽ ഉണ്ടാവുന്ന പ്രോഫിറ്റിനല്ലേ കോമ്പൻസേഷൻ തരണ്ടു. അതായത് എക്സാമ്പിൾ, അന്നത്തെ എക്സാമ്പിളിനെ നമുക്ക് വേണമെങ്കിൽ പറയാം. 60,000 പ്രോഫിറ്റ്. ഓക്കെ, എക്കും ബിക്കും നമ്മൾ എന്ത് ചെയ്ത് 36,000 24,000 കൊടുത്തു. ഓക്കെ, അഡ്മിഷൻ കഴിഞ്ഞു. അഡ്മിഷൻ കഴിഞ്ഞപ്പോൾ നമ്മുടെ പാർട്ട്നേഴ്സ് ABC ആയി. ഇഫ് സെയിം പ്രോഫിറ്റ് ആണെങ്കിൽ നമ്മുടെ പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂഷൻ 30K 20K 10K ആണ്. ഓക്കെ, ഇവിടെ ഉണ്ടാകുന്ന ഈ 36,000 30,000 ആയ 6,000 ലോസ്, അതേപോലെ 24,000 20,000 ആയ 4,000 ലോസ് ആണ്. ഇത് ലോസ് ആണ്. എന്ത് ലോസ്? പ്രോഫിറ്റ് ലോസ്. കോമ്പൻസേഷൻ ഫോർ ലോസ് ഓഫ് പ്രോഫിറ്റ്. അതായത് നിന്റെ പ്രോഫിറ്റ് നിനക്ക് ലോസ് ഇല്ലാണ്ടായി പോയത്, അതുകൊണ്ട് കൊടുക്കുന്ന ഒരു കോമ്പൻസേഷൻ ആണ് എന്ത് ഗുഡ്വില്ല്. പക്ഷേ അങ്ങനെയാണെങ്കിൽ ഓക്കെ ഫൈൻ. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഗുഡ്വില്ല് കണ്ടുപിടിക്കുമ്പോൾ പ്രോഫിറ്റിന്റെ ബേസ് ചെയ്തിട്ട് കണ്ടുപിടിക്കുന്നത്. പക്ഷെ ഒരു ചോദ്യമുണ്ട്, ഏതെങ്കിലും പ്രോഫിറ്റ് എടുത്താൽ മതിയോ? അല്ലല്ല. നമ്മൾ എപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഫ്യൂച്ചറിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന പ്രോഫിറ്റ് മാത്രം എടുക്കാൻ പറ്റും. ഫ്യൂച്ചറിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ശ്രദ്ധിക്കുക. ഫ്യൂച്ചറിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രോഫിറ്റിൽ പല കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ അതിൽ ഏതൊക്കെ പ്രോഫിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും അത് മാത്രമേ കൺസിഡർ ചെയ്യാൻ പറ്റൂ. ഇനി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളെല്ലാം റിമൂവ് ചെയ്യണം. അതായത് എന്റെ പ്രോഫിറ്റിൽ ഫ്യൂച്ചറിൽ ആ പ്രോഫിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റൂല എന്ന് വിചാരിക്കും. ഒരു ഐറ്റം ഉണ്ട്, അത് ഫ്യൂച്ചറിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റൂല എന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ അതെന്ത് ചെയ്യണം? റിമൂവ് ചെയ്യണം. അത് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഓരോ കൊല്ലത്തെ പ്രോഫിറ്റ് ഒന്നും നമ്മൾ ആ ഐറ്റംസ് ഫ്യൂച്ചറിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്ത ഐറ്റംസ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് ആണ് ഫ്യൂച്ചർ മെയിൻറ്റെയിനബിൾ പ്രോഫിറ്റ്. അതുകൊണ്ട് തന്നെ മനസ്സിലായിക്കോ, ഒരു ക്വസ്റ്റ്യനിൽ ഇപ്പൊ ഞാൻ പഠിപ്പിക്കാൻ പോകുന്ന അഡ്ജസ്റ്റ്മെന്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ആക്ച്വൽ പ്രോഫിറ്റ് അല്ലെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് വെച്ചിട്ട് ഗുഡ്വില്ല് കണ്ടുപിടിക്കരുത്. അതിന് പകരം നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത് ഫ്യൂച്ചർ മെയിൻറ്റെയിനബിൾ പ്രോഫിറ്റ് വെച്ചിട്ടാണ്. സാധാരണ നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ എന്ത് വെച്ചിട്ട് ചെയ്യാം? നെറ്റ് പ്രോഫിറ്റ് ഫോർ ദ ഇയർ അത് വെച്ചിട്ട് ചെയ്യാൻ പറ്റൂല. ഈ അഡ്ജസ്റ്റ്മെന്റ്സ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് വെച്ചിട്ടാ ചെയ്യാ? ഫ്യൂച്ചർ മെയിൻറ്റെയിനബിൾ പ്രോഫിറ്റ് വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. എങ്ങനെയാണ് ഫ്യൂച്ചർ മെയിൻറ്റെയിനബിൾ പ്രോഫിറ്റ് കണ്ടുപിടിക്കേണ്ടത്? ഓക്കെ, എല്ലാവരും ശ്രദ്ധിക്കും. നെറ്റ് പ്രോഫിറ്റ് 2014, 2015, 2016, 2017. ഓക്കെ, ഫസ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് എന്താന്ന് വെച്ചാൽ അബ്നോർമൽ ലോസ് ആണ്. ഓക്കെ, അതായത് 2014 ഒരു പ്രോഫിറ്റിന് എമൗണ്ട് ചെയ്തിട്ടുണ്ട് അല്ലെ, 25,000, 15,000, 30,000, 65,000. ഓക്കെ, എല്ലാവരും ശ്രദ്ധിക്കുക. 2015 നമുക്കൊരു അബ്നോർമൽ ലോസ് ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, അബ്നോർമൽ ലോസ് ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മളത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ട്രീറ്റ് ചെയ്യും. മക്കളെ ശരിയല്ലേ ഞാൻ പറയുന്നത്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ട്രീറ്റ് ചെയ്യും. ഓക്കെ, ഈ അബ്നോർമൽ ലോസ് ട്രീറ്റ് ചെയ്തത് കൊണ്ട് ഈ അബ്നോർമൽ ലോസ് എല്ലാ കൊല്ലം ഉണ്ടാവൂല. അബ്നോർമൽ ലോസ് എന്ന് പറയുന്നത് ഏത് കൊല്ലാണ് അബ്നോർമാലിറ്റി സംഭവിക്കുന്നത് ആ കൊല്ലം ഉണ്ടാവും. എല്ലാ കൊല്ലവും നിപ്പ ഉണ്ടാവും, അല്ലെങ്കിൽ എല്ലാ കൊല്ലവും പ്രളയം ഉണ്ടാവും, അല്ലെങ്കിൽ എല്ലാ കൊല്ലവും തീപിടുത്തുണ്ടാവും. ഉണ്ടാവില്ല. അതായത് നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ ഫോർ എക്സാമ്പിൾ അബ്നോർമൽ ലോസ് 2015 എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ടെങ്കിൽ
ഓക്കെ, ഒരു ഐറ്റം ഉണ്ട് അബ്നോർമൽ ലോസ് 2015. ഫോർ എക്സാമ്പിൾ നമുക്ക് എന്ത് ചെയ്യാം, അമൗണ്ട്സ് എഴുതി വെക്കാം. അബ്നോർമൽ ലോസ്, ഓക്കെ, abnormal gain, non-operating expense, non-operating income. രണ്ടായിരത്തി 18,000 രൂപ. ഓക്കെ, അബ്നോർമൽ ഗെയിൻ 2017 10,000 രൂപ. എക്സാമ്പിൾ മാത്രമാണ്, എക്സാമ്പിൾ മാത്രം. നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് 2014 ഓക്കെ 3,000 രൂപ. 2016 ഓക്കെ 4,000 രൂപ നോൺ ഓപ്പറേറ്റിംഗ്. ഇതാണ് 4 ഐറ്റംസ് ഇപ്പൊ ഞാൻ പഠിപ്പിക്കാൻ പ്ലാൻ ചെയ്യുന്നത്. ഇതെല്ലാം ഞാൻ പറഞ്ഞിട്ടില്ല, നിങ്ങളോട് ഒരു വട്ടം ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. നമ്മളെ ഫൈനൽ ലെവലിൽ വരെ ഗുഡ് വിൽ വാല്യുവേഷൻ എന്ന് പറയുന്ന ടോപ്പിക് പഠിക്കുന്നുണ്ട്. ഞാൻ ആ ടൈമാണ് കുറച്ചും കൂടി പഠിച്ചത്. ഓക്കെ, അബ്നോർമൽ ലോസ്, അബ്നോർമൽ ഗെയിൻ, നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ്, നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം. ഇതെന്താണ് ഇതിന്റെ എക്സാമ്പിൾസ്, അതെല്ലാം ഞാൻ പറയും. ഞാൻ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ. ഓക്കെ, ശ്രദ്ധിക്കേണ്ട കാര്യം, അതായത് 2015 നമുക്കൊരു അബ്നോർമൽ ലോസ് ഉണ്ടായിട്ടുണ്ട്. എന്ത്, ഈ തീ പിടിച്ച്, അല്ലെങ്കിൽ സ്ട്രൈക്ക് ഉണ്ടായി, അല്ലെങ്കിൽ വാട്ടവർ പ്രളയം ഉണ്ടായി, വാട്ടവർ. എന്നിട്ട് എനിക്കൊരു 18,000 രൂപ നഷ്ടം വന്നു. ഓക്കെ, ലോസ് വന്നു, അബ്നോർമൽ ലോസ് വന്നു. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഓൾറെഡി നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഈ അബ്നോർമൽ ലോസ് എന്ത് ചെയ്തിട്ടുണ്ടാവും, ഡെബിറ്റ് ചെയ്തിട്ടുണ്ടാവും. ഡെബിറ്റ് ചെയ്തിട്ടുണ്ടാവും, ശരിയല്ലേ? അത് ഡെബിറ്റ് ചെയ്തത് കൊണ്ട് എന്റെ പ്രോഫിറ്റ് കൂടോ കുറയോ? കുറഞ്ഞിട്ടുണ്ടാവും. പറയുന്ന മനസ്സിലാവുന്നുണ്ട് മക്കളെ? അതായത് അബ്നോർമൽ ലോസ് ട്രീറ്റ് ചെയ്താൽ എന്റെ പ്രോഫിറ്റ് എന്തായിട്ടുണ്ടാവും, കുറഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ എന്റെ പ്രോഫിറ്റ് എവിടെയാ ഉള്ളത്? ഈ ഐറ്റം ട്രീറ്റ് ചെയ്തപ്പോ താഴോട്ടേക്ക് എത്തി. ഞാൻ ചോദിക്കട്ടെ, ഈ അബ്നോർമൽ ലോസ് എല്ലാ കൊല്ലം ഉണ്ടാവും? ഇല്ല, ഉണ്ടാവൂല. അബ്നോർമൽ ലോസ് ആ ഏത് കൊല്ലാണ് അബ്നോർമാലിറ്റി സംഭവിക്കുന്നത്, ആ കൊല്ലം മാത്രമേ ഉണ്ടാവൂ. അതുകൊണ്ട് തന്നെ ഈ ഐറ്റം എല്ലാ കൊല്ലം ഇല്ലാത്തത് കൊണ്ട് ഫ്യൂച്ചർ മെയിൻറ്റെയിനബിൾ പ്രോഫിറ്റ് കണ്ടുപിടിക്കുമ്പോൾ ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല, ഇത് റിമൂവ് ചെയ്യണം. കാരണം ഫ്യൂച്ചറിൽ ശരിക്കും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന പ്രോഫിറ്റ് ഇത് തന്നെയാണ്, ഇവിടെയുള്ള പ്രോഫിറ്റ് തന്നെയാണ് ഫ്യൂച്ചറിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നത്. പക്ഷെ ഈ ഒരു അബ്നോർമൽ ലോസ് ട്രീറ്റ് ചെയ്തത് കൊണ്ട് അത് താന്നുപോയി. അതുകൊണ്ട് നമ്മൾ ഇവിടെ എത്തണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, ആഡ് ചെയ്യണോ മൈനസ് ചെയ്യണോ? ആഡ് ചെയ്യണം. പറയുന്ന മനസ്സിലാകുന്ന മക്കളെ, ശ്രദ്ധിക്ക്. ഓക്കെ, അതായത് അബ്നോർമൽ ലോസ് എന്ന് പറയുന്ന ഒരു ഐറ്റം നമ്മൾ P&L അക്കൗണ്ടിൽ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രോഫിറ്റ് കുറയും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ പ്രോഫിറ്റ് ആണോ ആക്ച്വൽ ഫ്യൂച്ചറിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന പ്രോഫിറ്റ്? അല്ല. ഈ അബ്നോർമൽ ലോസ് ട്രീറ്റ് ചെയ്തത് കൊണ്ട് മാത്രമാണ് നമ്മുടെ പ്രോഫിറ്റ് ഇത്രത്തോളം കുറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ ഈ ആക്ഷനിലും കാണിക്കുന്നത്. ഓക്കെ, കുറഞ്ഞത് ഇതാണോ ശരിക്കും പ്രോഫിറ്റ്? അല്ല, ഇതാണ് ഫ്യൂച്ചറിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന പ്രോഫിറ്റ്. ഇവിടെ എത്തണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ആഡ് ചെയ്യണോ മൈനസ് ചെയ്യണോ? ആഡ് ചെയ്യണം. ഓക്കെ ആണോ മക്കളെ? ഓക്കെ, അതായത് ഈ അബ്നോർമൽ ലോസ് എന്ന് പറയുന്നത് 18,000 നമ്മൾ ട്രീറ്റ് ചെയ്യാൻ പഠിച്ചില്ലേ? 18,000 അബ്നോർമൽ ലോസ് മനസ്സിലായില്ലേ? അതായത് ആഡ് ബാക്ക് ചെയ്യണം. ഇനി എന്റെ ചോദ്യം എന്ന് വെച്ചാൽ, ഇത് ആഡ് ബാക്ക് ചെയ്യേണ്ടത് എല്ലാ കൊല്ലങ്ങളിലും ആഡ് ബാക്ക് ചെയ്യണോ, അല്ലെങ്കിൽ 2015 മാത്രം ആഡ് ബാക്ക് ചെയ്യേണ്ടത്? മനസ്സിലാക്കേണ്ടത് 2015 മാത്രം. ഏത് കൊല്ലമാണോ നമ്മളത് കുറച്ചത് ആ കൊല്ലം മാത്രമേ ആഡ് ബാക്ക് ചെയ്യാൻ പറ്റൂ. അതായത് ഡെബിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ കുറക്കുന്നതിന് തുല്യമാണ്. പ്രോഫിറ്റ് കുറയുന്ന കാര്യമാണ് ഡെബിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ. പറയുന്ന മനസ്സിലാകുന്നുണ്ടോ? അതുകൊണ്ട് അബ്നോർമൽ ലോസ് നമ്മൾ എന്ത് ചെയ്യും, ആഡ് ചെയ്യും. ഏത് കൊല്ലം? 2015 മാത്രം. ഏത് കൊല്ലമാണോ ഉണ്ടായത് ആ കൊല്ലം. നെക്സ്റ്റ് അബ്നോർമൽ ഗെയിൻ. നെക്സ്റ്റ് ഐറ്റം എന്താണ്? അബ്നോർമൽ ഗെയിൻ. എല്ലാവരും ശ്രദ്ധിച്ചോ, സെയിം ടൈപ്പ്. ഓക്കെ, ആക്ച്വലി എനിക്ക് 30,000 റുപ്പീസ് ആണ് പ്രോഫിറ്റ് ഉണ്ടാകുന്ന നിങ്ങൾ വിചാരിക്കും. ഓക്കെ, എനിക്കൊരു ഓർഡർ വന്ന് ഓക്കെ, ഫോറിൻ ഒരു ഓർഡർ വന്നു. ഞാൻ സാധാരണ വിൽക്കുന്നത് സ്പൈസസ് ആണെന്ന് വിചാരിച്ചോ. സ്പൈസസിന് ചിലപ്പം ഔട്ട്സൈഡ് ഇന്ത്യയിലും മാർക്കറ്റ് ഉണ്ട്. സ്പൈസസ് എന്ന് പറഞ്ഞാൽ അറിയാത്തവർ കുരുമുളക് അങ്ങനത്തെ കാര്യങ്ങളാണ്. ഓക്കെ, ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, സിംഗപ്പൂരിലേക്കെല്ലാം എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒരു കൊല്ലം പെട്ടെന്ന് എന്തോ ബാക്കിയുള്ള രാജ്യത്തിൽ എന്തോ മാർക്കറ്റ് ഡൗൺ ആയതുകൊണ്ട് എനിക്ക് എന്തോ കുറച്ച് കൂടുതൽ ഓർഡർ വന്നിട്ടുണ്ട്. സാധാരണ രീതിയിൽ എന്റെ പ്രോഫിറ്റ് എത്രയാ? 30,000 ആണ്. എന്നിട്ട് ഈ കൊല്ലം ഈ ഒരു ഓർഡർ വന്നത് കൊണ്ട് എന്റെ പ്രോഫിറ്റ് എന്ത് ചെയ്ത്
10,000 എനിക്ക് അങ്ങനെ ഒരു വരുമാനം വന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ എന്റെ ഈ പ്രാവശ്യത്തെ പ്രോഫിറ്റ് എത്രയാ? 40,000 റുപ്പീസ്. എത്രയാണ് എന്റെ പ്രോഫിറ്റ്? 40,000 റുപ്പീസ്. മക്കളെ മനസ്സിലാക്ക്, ഈ 40,000 എല്ലാ കൊല്ലം ഉണ്ടാവോ? ഇല്ല. ഈ 40,000 എന്ന് പറഞ്ഞാൽ എല്ലാ കൊല്ലം ഉണ്ടാവില്ല. ഈ ഒരു 10,000 ട്രീറ്റ് ചെയ്തുകൊണ്ടാണ് ഈ 40,000 കിട്ടിയത് തന്നെ. എല്ലാ കൊല്ലം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ജനറലി 30,000 റുപ്പീസ് ആണ് പ്രോഫിറ്റ്. 40,000 ആവാൻ കാരണം എന്താണ്? ഒരു സ്പെഷ്യൽ ഓർഡർ അല്ലെങ്കിൽ ഒരു എന്താ ഒരു കോൺട്രാക്ട് കിട്ടി, സ്പെഷ്യൽ കോൺട്രാക്ട് കിട്ടിയത് കൊണ്ട് മാത്രമാണ് എന്റെ പ്രോഫിറ്റ് എന്തായത് 40,000. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ അബ്നോർമൽ ഗെയിൻ അല്ലെങ്കിൽ അബ്നോർമൽ റവന്യൂ എന്ന് പറയുന്നത് നമ്മൾ എന്താ ചെയ്യുക? ക്രെഡിറ്റ് ചെയ്യുക. ക്രെഡിറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ പ്രോഫിറ്റ് കൂടും. സാധാരണ നമ്മുടെ പ്രോഫിറ്റ് ഇവിടെ ഉള്ളത്, നമ്മളിപ്പോ ആ ഐറ്റം ട്രീറ്റ് ചെയ്തപ്പോൾ നമ്മുടെ പ്രോഫിറ്റ് കൂടി. ശരിക്കും നമ്മൾ ഇത് വെച്ചിട്ടാണോ ഗുഡ് വില്ല് കണ്ടുപിടിക്കേണ്ടത് അല്ലെങ്കിൽ ഇത് വെച്ചിട്ടാണോ? ഫ്യൂച്ചറിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന പ്രോഫിറ്റ് ആയിരിക്കണം. ഫ്യൂച്ചറിൽ ഈ പ്രോഫിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും ഈ 40,000 എന്ന് പറയുന്നത്? ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം, മൈനസ് ചെയ്യണം. മൈനസ് ചെയ്യണം. പറയുന്ന മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ എക്സാമ്പിൾ പറഞ്ഞതാണ്. ഈ 30,000 എന്ന് പറയുന്നതിൽ എക്സാമ്പിൾ ആണ്. ഓക്കെ, അതായത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞത്. ഓക്കെ, ഫൈൻ. നിങ്ങൾ കൺഫ്യൂഷൻ ആക്കുന്നില്ല. അതായത് നമുക്ക് കിട്ടിയ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 65,000 ആണ്. ഓക്കെ, 65,000 എന്ന് പറഞ്ഞാൽ നെറ്റ് പ്രോഫിറ്റ് ആണ്. ഓക്കെ, ശ്രദ്ധിക്കുക എല്ലാവരും. സെയിം എക്സാമ്പിൾ വെച്ചിട്ട് പറയാം. 65,000, അതായത് 65,000 ആണ് നമുക്ക് കിട്ടിയ പ്രോഫിറ്റ്. ശരിക്കും ഈ 65,000 കിട്ടാൻ കാരണം എന്താ? ഈ 10,000 അബ്നോർമൽ ഗെയിൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തത് കൊണ്ടാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഓൺ ആൻ ആവറേജ് 55,000 ആണ് പ്രോഫിറ്റ് കിട്ടിയത്. ഓൺ ആൻ ആവറേജ് എത്ര കിട്ടിയത്? 55,000. ഞാൻ ഈ 10,000 ഈ പ്രാവശ്യം കിട്ടിയത് കൊണ്ട്, ഈ ഒരു സ്പെഷ്യൽ കോൺട്രാക്ട് ഉള്ളത് കൊണ്ട് എന്റെ പ്രോഫിറ്റ് എന്തായി? 65,000 ആയി. അതുകൊണ്ടാണ് നിങ്ങൾ മനസ്സിലാക്കണം, എന്റെ പ്രോഫിറ്റ് 65,000 ആണോ അല്ലെങ്കിൽ 55,000 ആണോ? 55,000. എങ്ങനെ 55,000 കിട്ടാ? 65,000 ഈ അബ്നോർമൽ ഗെയിൻ മൈനസ് ചെയ്താൽ. ചില ആൾ പഠിക്കും അബ്നോർമൽ ലോസ് ആഡ് ചെയ്യാം, അബ്നോർമൽ ഗെയിൻ ലെസ് ചെയ്യാം. എക്സാമിന് നടത്തുമ്പോൾ ലാസ്റ്റ് എന്ത് ചെയ്യും? അബ്നോർമൽ ഗെയിൻ ആഡ് ചെയ്യുക, അബ്നോർമൽ ലോസ് മൈനസ് ചെയ്യുക. അങ്ങനെയാവാം. ബൈ ഹാർട്ട് പഠിക്കരുത്. എന്താണ് മനസ്സിലാക്കാം? നമ്മുടെ പ്രോഫിറ്റ് ഈ ഒരു ഐറ്റം ട്രീറ്റ് ചെയ്തുകൊണ്ട് കൂടി. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? അത് കുറക്കും. ഓക്കെ ആണോ മക്കളെ? അബ്നോർമൽ ഗെയിൻ അതുകൊണ്ട് എന്ത് ചെയ്യാ? മൈനസ് ചെയ്യണം. ഏത് കൊല്ലം മൈനസ് ചെയ്യാ? എല്ലാ കൊല്ലം മൈനസ് ചെയ്യണം? വേണ്ട. ഏത് കൊല്ലമാണോ ആ അബ്നോർമൽ ഗെയിൻ ഉണ്ടായത് ആ കൊല്ലം മാത്രം നമ്മൾ എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. 10,000. നെക്സ്റ്റ് ഐറ്റം നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ്. നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ്. ഇപ്പൊ അബ്നോർമൽ ഗെയിനും അബ്നോർമൽ ലോസിന്റെ എക്സാമ്പിൾ നിങ്ങൾക്ക് മനസ്സിലായി. അബ്നോർമൽ ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുനാമി, പിന്നെ എർത്ത്, പിന്നെ അതേപോലെ വാട്ടവർ. ഓക്കെ, പിന്നെന്താ പറയാ, എല്ലാ കാര്യങ്ങളും. ഓക്കെ, ഫ്ലഡ്, സ്ട്രൈക്ക്, വാട്ടവർ. ഓക്കെ, അതെല്ലാം പറയും. ഓക്കെ, ഇനി അതാണ് അബ്നോർമൽ ലോസ്. അബ്നോർമൽ ഗെയിൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു, ഫോറിൻ നിന്ന് മറ്റൊരു കോൺട്രാക്ട് കിട്ടില്ല, അത് ആ കൊല്ലം മാത്രത്തെ ഒരു കോൺട്രാക്ട് ആവണം, അങ്ങനെ മാത്രമേ അത് വരൂ. നെക്സ്റ്റ് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോസ് ഓൺ സെയിൽ ഓഫ് അസറ്റ്, അല്ലെങ്കിൽ ലോസ് ഓൺ സെയിൽ ഓഫ് അസറ്റ് ആണ് ജനറലി വരുന്നത്. അല്ലെങ്കിൽ ലോസ് ഓൺ സെയിൽ ഓഫ് അസറ്റ്. ഓക്കെ, ലോസ് ഓൺ സെയിൽ ഓഫ് അസറ്റ് എന്ന് പറയുന്നത് ശ്രദ്ധിക്കുക, ഓപ്പറേറ്റിംഗ് ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക, ഓപ്പറേറ്റിംഗ് നോൺ ഓപ്പറേറ്റിംഗ് ചെറുങ്ങനൊന്ന് ഞാൻ പറഞ്ഞുതരാം. ഓപ്പറേറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ റെഗുലർലി നടക്കുന്ന കാര്യങ്ങളാണ്, ഒരു ബിസിനസ് ഓർഗനൈസേഷന്റെ സാധാരണ രീതിയിൽ നടക്കുന്നത്. നോൺ ഓപ്പറേറ്റിംഗ് എന്ന് പറഞ്ഞാൽ സാധാരണ രീതിയിലല്ലാണ്ട് നടക്കുന്നത്. ഓക്കെ, അസാധാരണ എന്നല്ല, സാധാരണ രീതിയിലല്ലാണ്ട്. ഫോർ എക്സാമ്പിൾ, ഒരു സാലറി പേ ചെയ്യുന്ന, അഡ്വർടൈസ്മെന്റ് പേ ചെയ്യുന്ന, അല്ലെങ്കിൽ ഇൻഷുറൻസ് എടുക്കുന്ന, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം റെഗുലർലി നടക്കുന്നതാണ്, ഓപ്പറേറ്റിംഗ് ഐറ്റംസ് ആണ്. പക്ഷെ ഒരു അസറ്റ് വിൽക്കുമ്പോൾ ഒരു ലോസ് ഉണ്ടാവുന്നത് അല്ലെങ്കിൽ ലാഭം ഉണ്ടാവുന്നത് അതെല്ലാം നോൺ ഓപ്പറേറ്റിംഗ് ഐറ്റമാണ്. എല്ലാ കൊല്ലം നമ്മൾ അസറ്റ് വിൽക്കോ? ഇല്ല. അസറ്റ് വിൽക്കലാണ് നമ്മളെ പരിപാടി? അല്ലല്ല, നമ്മളെ പരിപാടി നമ്മളെ ഗുഡ്സ് വിൽക്കലാണ്. അസറ്റ് നമ്മൾ വാങ്ങിച്ചു, ഉപയോഗിക്കുന്നതിന്റെ ഇടയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മളത് വിൽക്കും, അത്രേ ഉള്ളൂ. പറയുന്ന മനസ്സിലാകുന്നുണ്ടോ? ഈ നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് എക്സാമ്പിൾ ഞാൻ ഒന്നിപ്പം പറഞ്ഞിട്ടുണ്ട്, ബാക്കി എക്സാമ്പിൾസ് എന്റെ നോട്ട്സിൽ വരും. ഓക്കെ, പേടിക്കുക വേണ്ട.
ഈ നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ഉണ്ടെങ്കിൽ നമ്മളോട് പറയുന്ന വെച്ചാൽ നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ഇടക്കിടക്ക് ഉണ്ടാകുന്ന എക്സ്പെൻസ് അല്ലേ, അതുകൊണ്ട് തന്നെ ഗുഡ് വില്ല് കണ്ടുപിടിക്കുമ്പോൾ അത് കൺസിഡർ ചെയ്യാൻ പറ്റൂല. നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ഉണ്ടെങ്കിലും ഇൻകം ഉണ്ടെങ്കിലും അത് കൺസിഡർ ചെയ്യാൻ പറ്റൂല. നമ്മളിപ്പോ കൺസിഡർ ചെയ്യാണ്ടിരിക്കുകയാണ്. അബ്നോർമൽ ഗെയിൻ കൺസിഡർ ചെയ്തിട്ടില്ല, അബ്നോർമൽ ലോസ് കൺസിഡർ ചെയ്തിട്ടില്ല. അതേപോലെ നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസും കൺസിഡർ ചെയ്യാൻ പറ്റില്ല, നോൺ ഓപ്പറേറ്റിംഗ് ഇൻകവും കൺസിഡർ ചെയ്യാൻ പറ്റില്ല. അതായത് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് പറയുമ്പോൾ ഒരു ചെലവാണ്. ഒരു ചെലവ് കാണിച്ചാൽ എന്റെ പ്രോഫിറ്റ് കൂടോ കുറയോ? കുറയും. കുറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, അതായത് എന്റെ പ്രോഫിറ്റ് ഇവിടെ ഉള്ളത്, ഞാൻ നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ട്രീറ്റ് ചെയ്തിട്ട് കുറച്ചു, ഓക്കെ, പ്രോഫിറ്റ് ഇവിടെ എത്തി, ഓക്കെ, പ്രോഫിറ്റ് ഇവിടെ എത്തി. ഞാൻ എന്താ പറയുന്നത് വെച്ചാൽ എന്റെ പ്രോഫിറ്റ് ഈ ഒരു ഐറ്റം കൊണ്ട് കുറയാൻ പറ്റൂല, അതുകൊണ്ട് ഈ ഐറ്റം റിമൂവ് ചെയ്യുന്ന പറഞ്ഞാൽ നിങ്ങൾ എന്താണോ ട്രീറ്റ് ചെയ്തത് അതിന്റെ റിവേഴ്സ് ചെയ്യാൻ. നിങ്ങൾ ഓൾറെഡി എന്ത് ചെയ്തു? ഡെബിറ്റ് ചെയ്തു, ഇനി ക്രെഡിറ്റ് ചെയ്യണം. ക്രെഡിറ്റ് ചെയ്തതിന് പകരം ഓൾറെഡി മൈനസ് ചെയ്തു, കാരണം ഈ ഒരു ഐറ്റം കാരണം പ്രോഫിറ്റ് കുറഞ്ഞിട്ടാവുള്ളത്. നിങ്ങൾ എന്ത് ചെയ്യും? ആഡ് ബാക്ക്. നിങ്ങൾ എന്ത് ചെയ്യും? ആഡ് ബാക്ക്. പറയുന്ന മനസ്സിലാകുന്ന മക്കളെ, അതായത് ഈ ഒരു നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് കാരണം നിങ്ങളുടെ പ്രോഫിറ്റ് കുറഞ്ഞിട്ടാവുള്ളത്. അതുകൊണ്ട് നമ്മുടെ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ മേലോട്ടാവുള്ളത്. ഈ പ്രോഫിറ്റ് അല്ല നമ്മൾ എടുക്കേണ്ടത്, ഫ്യൂച്ചർ മെയിൻറ്റൈനബിൾ പ്രോഫിറ്റ് എടുക്കേണ്ടത്. ഫ്യൂച്ചർ മെയിൻറ്റൈനബിൾ പ്രോഫിറ്റ് കണ്ടുപിടിക്കുമ്പോൾ നോൺ ഓപ്പറേറ്റിംഗ് ഐറ്റംസ് റിമൂവ് ചെയ്യണം. റിമൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ബാക്ക് ചെയ്യണം. എന്ത് ചെയ്യണം? ആഡ് ബാക്ക് ചെയ്യണം. പറയുന്ന മനസ്സിലാകുന്നുണ്ടോ മക്കളെ? ആഡ് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ്, അതും സെയിം കോൺസെപ്റ്റ് ആണ്. ഏത് കൊല്ലമാണോ ഉണ്ടായത് ആ കൊല്ലം മാത്രമേ എന്ത് ചെയ്യാൻ പറ്റും? ആഡ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് ഇയറിൽ 3000, ബാക്കി എല്ലാ കൊല്ലം ലൈൻ ഇട്ടാൽ മതി. ഓക്കെ മക്കളെ, ഡൗട്ട് ഉണ്ടെങ്കിൽ ഡൗട്ട്. ഓക്കെ, ശ്രദ്ധിക്കും. അതായത് നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം, നെക്സ്റ്റ് ഐറ്റം. നോൺ ഓപ്പറേറ്റിംഗ് ഇൻകത്തിൽ എന്താന്ന് വെച്ചാൽ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് അസറ്റ്, അതേപോലെ ഇൻഷുറൻസ് ക്ലെയിം റിസീവ്ഡ്. ഒരു അസറ്റിന്റെ മേലെ നമ്മൾ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ ആ ഇൻഷുറൻസ് എന്തെങ്കിലും ആയിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ക്ലെയിം കിട്ടും. ഓക്കെ, ഈ രണ്ട് ഐറ്റംസ് എല്ലാം എല്ലാ കൊല്ലം ഉണ്ടാവുന്നതാണ്. ഇൻഷുറൻസ് ക്ലെയിം എല്ലാ കൊല്ലം കിട്ടും. പിന്നെ നമ്മളെ ബിസിനസ് അതായിരിക്കണം, ഇൻഷുറൻസ് ക്ലെയിം എല്ലാ കൊല്ലം കിട്ടും. അതേപോലെ എല്ലാ ഫിക്സഡ് അസറ്റ് നമ്മൾ എല്ലാ കൊല്ലം ബുക്കോ അവൻ ചെയ്യൂല. അതുകൊണ്ട് തന്നെ ഈ രണ്ട് ഐറ്റം നോൺ ഓപ്പറേറ്റിംഗ് ഐറ്റംസ് ആണ്. നമ്മളോട് എന്താ പറയുന്നത് വെച്ചാൽ, നിങ്ങൾ ഫ്യൂച്ചർ മെയിൻറ്റൈനബിൾ പ്രോഫിറ്റ് കണ്ടുപിടിക്കുമ്പോൾ ഈ നോൺ ഓപ്പറേറ്റിംഗ് ഇൻകംസ് ഉണ്ടെങ്കിൽ റിമൂവ് ചെയ്യണം, അതേപോലെ നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ഉണ്ടെങ്കിൽ റിമൂവ് ചെയ്യണം. നോൺ ഓപ്പറേറ്റിംഗ് ഇൻകംസ് കാരണം എന്റെ പ്രോഫിറ്റ് ഇവിടെ ഉള്ളത്, നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം അതായത് ഇൻഷുറൻസ് ക്ലെയിം റിസീവ്ഡ് ഞാൻ കാണിച്ചപ്പോ അത് എന്റെ പ്രോഫിറ്റ് കൂടിയിട്ടല്ലേ ഉള്ളത്. ഈ പ്രോഫിറ്റ് ആണോ ഫ്യൂച്ചറിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നത്? താഴത്തെ പ്രോഫിറ്റ്, ശരിയല്ലേ? ഈ ഒരു ഐറ്റം കാരണമല്ലേ എന്റെ പ്രോഫിറ്റ് കൂടിയത്. അതുകൊണ്ട് ആ പ്രോഫിറ്റ് നമ്മൾ എന്ത് ചെയ്യണം? കുറക്കണം, ലെസ് ചെയ്യും. പറയുന്നത് മനസ്സിലാകുന്നില്ല? ശ്രദ്ധിക്കേണ്ട കാര്യം, വേർഡിങ്സ് ഉപയോഗിക്കേണ്ടത്. ഒരു ഐറ്റം കാരണം എന്റെ പ്രോഫിറ്റ് കൂടിയോ കുറഞ്ഞോ? കൂടിയിട്ടുണ്ടെങ്കിൽ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. അബ്നോർമൽ ലോസ് കാരണം എന്റെ പ്രോഫിറ്റ് കുറയും, അതുകൊണ്ട് ആഡ് ചെയ്യാം. അബ്നോർമൽ ഗെയിൻ കാരണം എന്റെ പ്രോഫിറ്റ് കൂടിയിട്ടുണ്ടാവും, അതുകൊണ്ട് മൈനസ് ചെയ്യാം. നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് കൊണ്ട് എന്റെ പ്രോഫിറ്റ് കുറഞ്ഞിട്ടുണ്ടാവും, അതുകൊണ്ട് ആഡ് ചെയ്യാം. നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം കൊണ്ട് എന്റെ പ്രോഫിറ്റ് കൂടിയിട്ടുണ്ടാവും, അതുകൊണ്ട് മൈനസ് ചെയ്യും. ഇത്രയേ ഉള്ളൂ ലോജിക്ക്. ഫ്യൂച്ചർ മെയിൻറ്റൈനബിൾ പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ ഏതെല്ലോ പ്രോഫിറ്റിന്റെ മേലെ നമ്മൾ ഗുഡ് വിൽ എന്ന് പറയാൻ പറ്റില്ല. ഗുഡ് വിൽ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പ്രോപ്പർ പ്രോഫിറ്റ് ആയിരിക്കണം. ലോട്ടറി അടിച്ചിട്ട് ഞാൻ പറയാം, ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞത് അടുത്തത് ഇതും കൂടി ചെയ്തിട്ട് പറഞ്ഞത്. നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം, ഓക്കെ, നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം ഏതാ കൊല്ലം? മൂന്നാമത്തെ കൊല്ലം അല്ലേ? 4000 രൂപ ഇവിടെ മൈനസ് ചെയ്യാം. ഓക്കെ, നിങ്ങൾ എനിക്ക് കിട്ടുന്ന ആൻസർ ആണ് എന്ത്? ഫ്യൂച്ചർ മെയിൻറ്റൈനബിൾ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഫ്യൂച്ചർ മെയിൻറ്റൈനബിൾ പ്രോഫിറ്റ് എത്രയാണ്? 28,000. ഓക്കെ, രണ്ടാമത്തത് 33,000. ഓക്കെ, നെക്സ്റ്റ് വൺ 26,000. ഓക്കെ, 55,000. നിങ്ങൾ എന്ത് ചെയ്യുക? വെയിറ്റഡ് ആവറേജ് പ്രോഫിറ്റ് പ്രകാരം നിങ്ങൾ എന്ത് ചെയ്യുക? ഗുഡ് വില്ല് കണ്ടുപിടിക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക? വെയിറ്റഡ് ആവറേജ് പ്രോഫിറ്റ് പ്രകാരം നിങ്ങൾ ഗുഡ് വില്ല് കണ്ടുപിടിക്കുക. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക? സാധാ ജേർണൽ എൻട്രീസ് പാസ് ചെയ്യുക. പറയുന്ന മനസ്സിലാകുന്ന മക്കളെ? ഇനി നമ്മുടെ കാൽക്കുലേഷൻ എന്ന് പറയുന്നത് ഹിഡൻ ഗുഡ് വിൽ റിലേറ്റഡ് ആയിട്ട് ഒരു അഡ്ജസ്റ്റ്മെന്റും കൂടിയുണ്ട്. ഓക്കെ, ഹിഡൻ ഗുഡ് വില്ല് കണ്ടുപിടിക്കല് ഒന്ന് നമ്മൾ പഠിച്ചതെന്ന് വെച്ചാൽ ടോട്ടൽ ക്യാപിറ്റൽ ഓഫ് ദ ഫേം മൈനസ് ആക്ച്വൽ ക്യാപിറ്റൽ ഓഫ് ദ പാർട്ട്നേഴ്സ്, total capital of the firm on the basis of new partners capital minus all partners capital. നമുക്ക് എന്ത് കിട്ടും? ഹിഡൻ ഗുഡ് വിൽ കിട്ടും. അത് നമ്മൾ എന്ത് ചെയ്യും? ഷെയർ ചെയ്ത് കൊടുക്കും. ഓക്കെ, ഇവിടെ അടുത്ത് അങ്ങനെയല്ല. ഓക്കെ, അവിടെ നമ്മൾ എന്ത് ചെയ്യും? ഹിഡൻ ഗുഡ് വില്ല് കിട്ടിയിട്ട് എന്ത് ചെയ്യും? ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്തത് എന്താന്ന് വെച്ചാൽ 75,000 ഇതാണ് എന്റെയും ബിന്റെയും ക്യാപിറ്റൽ. സിന്റെ ക്യാപിറ്റൽ
90,000. സീന്റെ ക്യാപിറ്റൽ എത്രയാ? 90,000. എന്നിട്ട് നമ്മളോട് എന്താ പറയാന്ന് വെച്ചാല് capital of the new firm or capital base will be 2 lakhs. എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഇനി 75,000 ഒരു പാർട്ണർ ക്യാപിറ്റൽ കൊണ്ടുവന്നു, ബി എന്ന് പറയുന്ന പാർട്ണർ 75,000 കൊണ്ടുവന്നു, അതാണ് അവരുടെ ബാലൻസ് ഉള്ളത്. സി എന്ന് പറയുന്ന പുതിയ പാർട്ണർ 90,000 കൊണ്ടുവന്നു. ഓക്കെ, എന്നാൽ സി ഗുഡ് വില്ല് കൊണ്ടുവരുന്നതിനെ കുറിച്ച് ഒന്നും പറയുന്നില്ല. പക്ഷെ ഒരു കാര്യം പറയുന്നുണ്ട്, ക്യാപിറ്റൽ ഓഫ് ദ ന്യൂ ഫേം ഓർ ക്യാപിറ്റൽ ബേസ് എന്ന് പറയുന്നത് 2 lakhs ആണ്. ക്യാപിറ്റൽ ഓഫ് ദ ന്യൂ ഫേം ഓർ ക്യാപിറ്റൽ ബേസ് വിൽ ബി 2 lakhs ആണ്. മക്കളെ ശ്രദ്ധിക്കണേ, ഇവിടെ ഗുഡ്വില്ലിനെ കുറിച്ച് ഒന്നും പറയുന്നില്ല, ഗുഡ്വില്ല് കൊണ്ടുവന്നതിനൊന്നും പറയുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഇവിടെ എങ്ങനെ നമ്മൾ ഗുഡ്വില്ല് കണ്ടുപിടിക്കാം എന്നാണ് ചോദ്യം. അതായത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ക്യാപിറ്റൽ ഓഫ് ദി ന്യൂ ഫേം 2 lakhs ആണ്. എത്രയാണ് ക്യാപിറ്റൽ ഓഫ് ദി ന്യൂ ഫേം? 2 lakhs. ഇത് എങ്ങനെയാ നമ്മൾ റെസിപ്രോക്കൽ വെച്ചിട്ട് ചെയ്താ? അല്ലല്ല, ക്വസ്റ്റ്യനിൽ തരുന്നത്. നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ക്യാപിറ്റൽ ഓഫ് ഓൾ പാർട്ട്നേഴ്സ് എടുക്കാം. എത്ര ക്യാപിറ്റൽ ഓഫ് ഓൾ പാർട്ട്നേഴ്സ് എന്ന് പറയുന്നത്? 75,000 പ്ലസ് 90,000. എത്ര വരെ എമൗണ്ട്? 2,40,000 തരും. 240K വരും. 2,40,000. ഇതിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? 75 1,50 പ്ലസ് 90 2,40,000. ശരിക്കും പറഞ്ഞാൽ ഇവരുടെ ക്യാപിറ്റൽ ബാലൻസ് 2,40,000 ആവുള്ളൂ. എത്രയേ ഉള്ളത്? 2,40,000. എന്റെ ഫോറിനൽ സ്റ്റൈൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. 2,40,000 ആവുള്ളത്. പക്ഷെ എത്ര ക്യാപിറ്റൽ വേണ്ടു? 2 lakh. അതെങ്ങനെ ശരിയാവും? ഒന്നുകൂടി ശ്രദ്ധിക്കാം. ക്യാപിറ്റൽ ഓഫ് ഓൾ പാർട്ട്നേഴ്സ് 2,40,000 ആവുള്ളത്. ക്യാപിറ്റൽ എത്ര വേണ്ടു? 2 lakhs. എക്സസ് എത്രയുള്ളത്? 40,000. ഇതെങ്ങനെ എക്സസ് 40,000 വന്നത്? അത് പുതിയ പാർട്ട്ണർ കൊണ്ടുവന്ന ക്യാപിറ്റൽ എന്തോ കൂടുതലായി പോയി. പുതിയ പാർട്ട്ണർ കൊണ്ടുവന്ന ക്യാപിറ്റൽ എന്തോ കൂടിപ്പോയി. അതുകൊണ്ട് തന്നെ നമ്മൾ എന്താ ചെയ്യുന്ന വെച്ചാൽ goodwill is equal to 240K minus 2 lakhs. 240K minus 2 lakh, that is 40,000. Okay, ഇത് ന്യൂ പാർട്ട്നേഴ്സ് ഗുഡ്വിൽ ആണ്, അല്ലാണ്ട് ഗുഡ്വിൽ ഓഫ് ദ ഫേം എന്നല്ല. ന്യൂ പാർട്ട്നേഴ്സ് ഗുഡ്വിൽ ആണ്. പറയുന്ന മനസ്സിലാകുന്നില്ല? അതായത് ഒന്നുമില്ല, ശ്രദ്ധിച്ചാൽ മതി. പുതിയ പാർട്ട്ണർ കൊണ്ടുവന്ന ഗുഡ്വിൽ എന്ന് പറയുന്നത് ക്യാപിറ്റൽ എന്ന് പറയുന്നത് 90,000 അല്ലേ? നമ്മൾ അത് വിചാരിച്ച 90,000 ആണ്. അതിലൊരു ഗുഡ്വിൽ ഉണ്ട്, നമ്മൾ അറിയായിട്ടാണ്. അത് നമ്മൾ കണ്ടുപിടിച്ച എത്രയാണ്? 40,000 രൂപ. എത്രയാണ്? 40,000 രൂപ. കാരണം ശ്രദ്ധിക്കുക, കാരണം 2 ലക്ഷം നമ്മുടെ ടോട്ടൽ ക്യാപിറ്റൽ വേണ്ടു. ഓൾറെഡി മറ്റേ 2 പാർട്ട്ണറുടെ ക്യാപിറ്റൽ കൂട്ടുമ്പോൾ തന്നെ 1.5 ലക്ഷം ആയിട്ടുണ്ട്. അന്നേരം പിന്നെ ശരിക്കും ഇയാൾ എത്ര കൊണ്ടുവന്ന് 2 ലക്ഷം ആണെങ്കിൽ 50,000 അല്ലേ? പിന്നെ ഇയാൾ എന്തിനാ 90,000 കൊണ്ടുവന്ന്? ആ 40,000 ഗുഡ്വില്ലാണ്. എന്താ ജേർണൽ എൻട്രി എന്നോ? ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റ് ടു ക്യാപിറ്റൽ അക്കൗണ്ട് 90,000. അടുത്ത ജേർണൽ എൻട്രി എന്താണ്? ഗുഡ്വില്ലിന്റെ ജേർണൽ എൻട്രി. എന്താ ജേർണൽ എൻട്രി? ഗെയിനിങ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റ് ടു സാക്രിഫൈസിംഗ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഓട്ടോമാറ്റിക്കലി എന്താവും? ക്യാപിറ്റൽ 50 കുറയും. ക്യാപിറ്റൽ എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക് കുറയും. ഞാൻ മിന്നാന്നൊരു കുട്ടിനോട് പറഞ്ഞു കൊടുത്തില്ല, 5,000 3,000 വരുന്നത് 2,000 ഡെബിറ്റ് ചെയ്തപ്പോ അതേപോലെ എന്ത് ചെയ്യും? കുറയും. പറയുന്ന മനസ്സിലാകുന്നുണ്ടോ മക്കളെ? നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ആണ്. ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എന്ന് പറഞ്ഞാൽ ABC പാർട്ട്നേഴ്സ് ഉണ്ട്, അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ 3:2:1 ആണ്. അത് ഓൺ എ പെർട്ടിക്കുലർ ഡേറ്റ് അത് മാറിയെന്ന് 1:1:1 ആണ്. അങ്ങനെ ആവുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇത് റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഫേമിന്റെ ഒരു ഭാഗമാണ് ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എന്ന് പറയുന്നത്. ഒരു ഫേമിന്റെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ മാറുമ്പോൾ എന്തെങ്കിലും ഇമ്പാക്ട് ഉണ്ടോ? ഞാൻ പറഞ്ഞുതരാം. 60,000 പ്രോഫിറ്റാണ് ഉണ്ടായത്. ഓക്കെ, 60,000 പ്രോഫിറ്റ് ഉണ്ടായാൽ ABCക്ക് എങ്ങനെ കിട്ടാൻ ചോദിച്ചാൽ 30K 20K 10K ഇതാ ഉണ്ടാവും. 30K 10K അതേപോലെ 20K ഇങ്ങനെയാണ് ഉണ്ടാവുക. ഓക്കെ, 3:2:1. ഈ സെയിം പ്രോഫിറ്റ് അടുത്ത കൊല്ലം കിട്ടിയിട്ടുണ്ടെങ്കിൽ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ മാറിയത് കൊണ്ട് കിട്ടുന്നത് 20K 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 ഇതാണ് ഉണ്ടാവുക.
നിങ്ങൾ നോക്കിയോട്ടെ, കഴിഞ്ഞ കൊല്ലം 60,000 പ്രോഫിറ്റ് കിട്ടിയപ്പോ എക്ക് കിട്ടിയത് 30,000, ഇപ്പം കിട്ടിയത് 20,000. കുറഞ്ഞു, സാക്രിഫൈസ് ചെയ്യാൻ. ബിക്ക് കഴിഞ്ഞ കൊല്ലം 20, ഈ കൊല്ലം 20, എന്തോ ബൈ ചാൻസ് സെയിം ആയി പോകാം, വിട്ടേ ഒഴിവാക്ക്, പ്രശ്നമില്ല. സിക്ക് കഴിഞ്ഞ പ്രാവശ്യം 10, ഈ പ്രാവശ്യം 20 ആയി, ഈ പ്രാവശ്യം അയാൾക്ക് ഗെയിനാ. പറയുന്ന മനസ്സിലായി. നമ്മുടെ കൺസെപ്റ്റ് പഠിച്ചാൽ ഇതെല്ലാം ഇങ്ങനെ ചെയ്യാൻ പറ്റും. ഓക്കെ, നിങ്ങൾ നോക്കിയാട്ടെ, ഒരു 60,000 പ്രോഫിറ്റ് സെയിം ആയിട്ട് ഓരോരാൾക്ക് കുറെ നഷ്ടങ്ങൾ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇഫ് ദർ ഈസ് എ ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ, റീവാലുവേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ പറയുന്നുണ്ട്, റീവാലുവേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ ചെയ്യണം. ജനറൽ റിസർവ് അഡ്ജസ്റ്റ് ചെയ്യണം. ജനറൽ റിസർവ് എന്ത് ചെയ്യണം? ഓൾഡ് പാർട്ട്നേഴ്സിന് കൊടുക്കണം. ഓൾഡ് പാർട്ട്നേഴ്സ് ആരാ? ഇതാണ് ഓൾഡ് പാർട്ട്നേഴ്സ്, ഇതാണ് ആര്? ന്യൂ പാർട്ട്നേഴ്സ്. ഇത് ഓൾഡ് പാർട്ട്നേഴ്സ്, അല്ലെങ്കിൽ ഇത് എക്സിസ്റ്റിംഗ് പാർട്ട്നർ. സെയിം ആണ്, മാറ്റമൊന്നുമില്ല. പക്ഷെ എന്താണ് ഇത്? മറ്റേത് ഓൾഡ് റേഷ്യോ, ഇത് ന്യൂ റേഷ്യോ. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, റിവാലുവേഷൻ പ്രോഫിറ്റ്, റിവാലുവേഷൻ ലോസ്, ജനറൽ റിസർവ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ഡെബിറ്റ് ബാലൻസ്, പിന്നെ ഗുഡ് വിൽ ഓൾറെഡി അപ്പിയറിംഗ് ഇൻ ദ ബാലൻസ് ഷീറ്റ്. ഈ 6 ഐറ്റംസ് നമ്മൾ ഏത് റേഷ്യോയിലാണ് ട്രീറ്റ് ചെയ്യുക? ഓൾഡ് റേഷ്യോയിൽ. അതുകൊണ്ട് ഓൾഡ് പാർട്ട്നേഴ്സിന് കൊടുക്കാം. എന്നാൽ ഈ 6 അഡ്ജസ്റ്റ്മെന്റ് നമ്മൾ ചെയ്യേണ്ടി വരും. പറയുന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. ജനറൽ റിസർവിൽ എന്തായാലും ചെയ്യണം, റിവാലുവേഷൻ ഉണ്ടെങ്കിൽ മാത്രം. പറയുന്ന മനസ്സിലാവുന്നുണ്ടാ? ഇനി നമ്മൾ അത് മാത്രമല്ല, ഇവിടെ കുറച്ചാൾക്ക് ഗെയിൻ ഉണ്ട്, സാക്രിഫൈസ് ഉണ്ട്. അത് മാത്രമല്ല, ഏന്ന് പറയുന്ന പാർട്ട്ണർ എന്ത് ചെയ്യുന്നുണ്ട്? ലോസ് ചെയ്യുന്നുണ്ട്. എന്ത്? പ്രോഫിറ്റ്. 30,000 പ്രോഫിറ്റ് 20,000 ആയി. There is a loss of profit, so he needs compensation for loss of profit. That is why goodwill വേണം. നമ്മൾ എന്ത് ചെയ്യണം? സെൽഫ് ജനറേറ്റഡ് ഗുഡ്വിൽ കണ്ടുപിടിക്കണം. സെൽഫ് ജനറേറ്റഡ് ഗുഡ്വിൽ എന്ത് ചെയ്യണം? സാക്രിഫൈസിങ് ഓർ ഗെയിനിങ് റേഷ്യോയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കണം. സാക്രിഫൈസിംഗ് റേഷ്യോ ഓർ ഗെയിനിങ് റേഷ്യോ. ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ. പോസിറ്റീവ് ആണെങ്കിൽ സാക്രിഫൈസിംഗ് റേഷ്യോ, നെഗറ്റീവ് ആണെങ്കിൽ ഗെയിനിങ് റേഷ്യോ. നമ്മൾ പഠിക്കാത്ത കാര്യമാണ്. നമ്മൾ ഓൾറെഡി ഇതിന്റെ കൺസെപ്റ്റ്, നമ്മളിത് ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് അതാ. കൺസെപ്റ്റ് പഠിച്ചു കഴിഞ്ഞാൽ ഇതൊന്നും പുതിയ ചാപ്റ്റേഴ്സ് അല്ല. ഇതെല്ലാം എന്താണ്? ജസ്റ്റ് ഒരു കണ്ടിന്യൂഷൻ, 3-4 ഐറ്റംസ് ട്രീറ്റ്മെന്റ്. ഇത് ചെയ്യാം. ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ ഇത് ചെയ്യുക. അതിനുശേഷം ഒരു ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുക. അത്രയേ ഉള്ളൂ. ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യേണ്ട? സാധാ പ്രിപ്പറേഷൻ, ക്യാപിറ്റൽ അഡ്ജസ്റ്റ്മെന്റ് ഒന്നുമില്ല. ജസ്റ്റ് എന്ത് ചെയ്യുക? പറയുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യാം. ഇത് യൂണിറ്റ് 2 ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ഉണ്ട് എന്റെ ഓർമ്മയിൽ. ഓക്കെ.